പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ്. സംസ്കൃത പണ്ഡിതൻ, അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നീ നിലകളിലെല്ലാം നമുക്ക് പരിചിതനായ അദ്ദേഹം നിലപാടുകളിലെ തെളിമ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. നമ്മുടെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരു ദീർഘഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഗതം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ. നമുക്ക് വ്യക്തിജീവിതത്തിൻ്റെ ഒരു പരിസരത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ അമ്മാവൻ പകർന്നു നൽകിയ ജ്യോതിഷത്തിൽ നിന്നാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഈ സംസ്കൃതത്തിലേക്ക് എത്താനുള്ളൊരു കാരണം നമ്മുടെ ഒരു ജീവിത പരിസരത്തിൽ നിന്ന്? എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കൂടിക്കലർന്ന ഒരു സാമൂഹ്യ പരിസരം ആയിരുന്നു എൻ്റെ ചെറുപ്പകാലം. അടിച്ചേൽപ്പിക്കപ്പെട്ട വിശ്വാസമായിരുന്നില്ല, ഞാൻ തന്നെ സ്വയം തിരഞ്ഞെടുത്ത ചില വിശ്വാസങ്ങൾ. എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അത്തരത്തിലുള്ള ഒരു ദൃഢമായ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ നിലയ്ക്ക് നോക്കിയാൽ ഉണ്ടായിരുന്നവരും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു സാധാരണ കർഷക കുടുംബം, കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർ വർഷത്തിലൊരിക്കൽ കുടുംബക്ഷേത്രം എന്ന നിലയ്ക്ക് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞ് വലിയ ആചാരപരമായ വിശ്വാസങ്ങൾക്കകത്ത് ജീവിച്ചവരായിരുന്നില്ല. അത് കൃത്യമായി പറയാൻ കാരണം, അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ അവർ കൊണ്ടുപോയിരുന്നത് ഒരു മുസ്ലിം പള്ളിയിലേക്കായിരുന്നു. നമ്മുടെ വീടിനടുത്ത് വിയവരം എന്ന് പറയുന്ന സ്ഥലത്തൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ അമ്മ കൊണ്ടുപോകുന്നത് ഈ മുസ്ലിം പള്ളിയിലെ മുസ്ലിയാരെ കാണാനാണ്. അവിടെ ചെന്ന് ഈ വെള്ളം ഊതുക, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറും. ഇപ്പോൾ വയറിന് അസുഖം വരുമ്പോൾ, പനി വരുമ്പോൾ ഒക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഈ പള്ളിയിലേക്കാണ് അമ്മ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് സൃഷ്ടിക്കപ്പെടുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വിയവരം എന്ന് പറയുന്ന സ്ഥലത്ത്, വിയവരം ഈസ്റ്റ് എന്നറിയപ്പെടുന്ന കൊച്ചു പ്രദേശത്ത് ഒരു ചെറിയ ഗുരുമന്ദിരമുണ്ട്. ഗുരുമന്ദിരം എന്ന് പറയാൻ കാരണം അന്ന് അവിടെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഗുരുപ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല. നാരായണ ഗുരുവിൻ്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറയുന്ന ഒരു ഫോട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഈ ഗുരുമന്ദിരം വല്ലപ്പോഴും ഒക്കെ ഒരു ചതയത്തിന് വിളക്ക് കത്തിച്ചാലായി. അതുപോലെ കന്നി അഞ്ചിന് നിർബന്ധമായിട്ട് അവിടെ കഞ്ഞി വീഴ്ത്തും മറ്റ് ചടങ്ങുകളൊക്കെ വളരെ വിപുലമായി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ക്രമേണ ഇത് ഒരു 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 ബാലൻ എന്ന നിലയ്ക്ക്, ഒരു ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് ഇത് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ ധാരാളം കഥകൾ പറയുന്ന ഒരാളായിരുന്നു. ഒരുപാട് കഥകൾ പറയുമായിരുന്നു. അപ്പോൾ രാവിലെ സ്കൂളിൽ ഒരു 9 മണിക്ക് പോയാൽ മതി. കാരണം വിയപുരം സെൻറ്റ് ജോർജ് UP സ്കൂളിലാണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ ഒരു 9 മണിക്കാകുമ്പം 9 മണിയോടുകൂടി ഇറങ്ങിയാൽ മതി വീട്ടിൽ നിന്ന്. 9:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തും. ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 7:30-ക്ക് എഴുന്നേറ്റാൽ 7:30 മുതൽ ഏതാണ്ട് 8:30-9 മണി വരെ അമ്മൂമ്മയുടെ കഥകൾ കേൾക്കലാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ അമ്മൂമ്മയുടെ കഥകൾക്കൊരു പ്രത്യേകതയുള്ളത്, അത് വിഭാഗീയമായ ഏതെങ്കിലും പുരാണ കഥാഖ്യാനങ്ങൾ മാത്രമായിരുന്നില്ല. ആ കഥകളിൽ ഞാൻ മുഹമ്മദ് നബിയെ പറ്റിയുള്ള കഥകളുണ്ടായിരുന്നു, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കഥകളുണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, പിൽക്കാലത്ത് വലിയ വാദവിവാദങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമായി അവതരിപ്പിക്കപ്പെട്ട ഭീമാപ്പള്ളി, പിൽക്കാലത്ത് ഭീമാപ്പള്ളി വെടിവെപ്പ് മുതലായ സംഭവങ്ങളോട് അറിയപ്പെട്ട പള്ളിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേൾക്കുന്നത് അമ്മൂമ്മയിൽ നിന്ന്, അമ്മൂമ്മ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അവിടുത്തെ അത്ഭുത സിദ്ധികളെപ്പറ്റി, അവിടെ ചെന്നാൽ മാറുന്ന രോഗശമനത്തെപ്പറ്റി ഒക്കെ തന്നെ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ, കൃഷ്ണൻ്റെ അത്ഭുത കഥകൾ, ഇങ്ങനെ അമ്മമ്മയുടെ കഥകളെന്ന് പറഞ്ഞാൽ ബൈബിളും ഖുറാനും എല്ലാം, ആയിഷ ബീവിയെ പറ്റിയുള്ള കഥകൾ, അതുപോലെ കൊല്ലത്തുള്ള ഒരു പ്രസിദ്ധമായ പള്ളിയെപ്പറ്റിയുള്ള കഥകൾ. അപ്പോൾ അമ്മമ്മയുടെ കഥകൾക്കകത്ത് ജാതിഭേദങ്ങൾക്കതീതമായ മനുഷ്യൻ്റെ വിഹ്വലതകളും അത്ഭുതങ്ങളും, എൻ്റെ ചെറുപ്പകാലം പറഞ്ഞ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന പോലെ
ഒരു അത്ഭുതകരമായ ലോകത്തേക്കാണ് ഞാൻ അമ്മൂമ്മയുടെ കഥകളിലൂടെ എത്തിപ്പെട്ടത്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ആ അത്ഭുതമാണ് പിൽക്കാലത്ത് വീടിൻ്റെ മുമ്പിലുള്ള ഗുരുമന്ദിരത്തിലേക്ക് എന്നെ നയിച്ചത്. പിൽക്കാലത്ത് നോക്കുകയാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്കും ചിന്തകളിലേക്കും അത്ര ആഴത്തിലെത്തിപ്പെടാൻ കാരണം ഈ ചെറുപ്പകാലം മുതൽ ഈ ഗുരുമന്ദിരവുമായിട്ടുള്ള അടുപ്പമായിരുന്നു. അപ്പോൾ ആ ഗുരുമന്ദിരത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നു. അവിടുത്തെ ക്രമേണ പിൽക്കാലത്ത് SNDPയുടെ ബാലജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അന്നവിടെ. അതിനുശേഷം സംഭവിച്ചിട്ടുണ്ടോ സംശയമാണ്. ആദ്യമായിട്ട് SNDP യോഗത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനിൽ ബാലജന സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ബാലൻ തിരഞ്ഞെടുക്കപ്പെടുക. അതിനുശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ സമയത്താണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അപ്പോഴത്തെ എത്തി. ആ സമയത്താണ് ശിവഗിരിയിൽ നിന്നൊരു സന്യാസി ഈ നമ്മുടെ നാട്ടിൽ ഒക്കെ എത്തിച്ചേരുകയും എനിക്ക് സന്യസിക്കണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹം ഉണ്ടാകുകയും ശിവഗിരിയിലേക്ക് എത്തിപ്പെടുകയൊക്കെ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഗുരുമന്ദിരത്തിലെ വിളക്ക് കത്തിക്കൽ പരിപാടി ഞാൻ ഇന്ന് ഏറ്റെടുക്കുകയായി. അവർ താക്കോല് വളരെ വിശ്വാസപൂർവ്വം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഗുരുമന്ദിരത്തിൽ ഒരു പൂജാരിയായി ഏതാണ്ട് ഒരു 7ാം ക്ലാസ് മുതൽ ഞാനങ്ങ് മാറിത്തീർന്നു എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു വിശ്വാസിയായി ജീവിക്കുന്നത് വളരെ അകന്ന ബന്ധുവാണ്. ഈ ദാമോദരൻ എന്ന് പറയുന്നൊരു അമ്മാവൻ വളരെ അകന്ന ബന്ധുവാണ്. സ്വന്തം അമ്മാവനല്ല, ഒരു അകന്ന ബന്ധുത്വത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരു ആധ്യാത്മിക വഴിയിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഹിന്ദുമതം എന്ന് പറയുന്ന മതത്തിൻ്റേതായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ആളായിരുന്നില്ല എന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം അന്ന് പള്ളിയിലെ ബാങ്ക് വിളി നമുക്ക് വളരെ അടുത്തുനിന്ന് കേൾക്കാം. അത്ര അടുത്താണ് പള്ളി. ഇവരെ ഈസ്റ്റ് ജുമാ മസ്ജിദ് തൊട്ടടുത്താണ്. അപ്പോൾ അള്ളാഹുവിനെ പറ്റി ഞാൻ ചെറുപ്പകാലത്ത് തന്നെ കേൾക്കുന്നുണ്ട്. പള്ളിയിൽ പോയി കുട്ടികൾ പഠിക്കുന്നതായിട്ട് അറിയാം. നമ്മുടെ വീടിന് മുമ്പിലേക്കൂടാണ് കുട്ടികൾ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കാലത്ത് തന്നെ പള്ളിയിൽ പോയി അറബി പഠിക്കാനും ഖുറാൻ പഠിക്കാനും ഒക്കെ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അമ്മയോട് പറയുന്നുണ്ട്. അന്നത്തെ നാട്ടിലെ പള്ളിയുടെ സെക്രട്ടറിയോട് ഞാൻ നേരിട്ട് പറയുന്നുണ്ട്, എനിക്കും കൂടെ ഖുറാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെയും കൂടെ പള്ളിയിൽ ചേർക്കണം എന്നൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ തന്നെയല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ഒരു പഴയ നിയമം കിട്ടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ സന്ധ്യാവേളകളിലെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഈ പഴയ നിയമം വായിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം, ഒരു കൃത്യമായ ഏതെങ്കിലും ഒരു ഹൈന്ദവമെന്ന് കോട്ടാൻകോട്ട് ഹൈന്ദവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഭാഗമായിരുന്നില്ല. കാരണം ഖുറാനികമായ വിശ്വാസങ്ങൾ അമ്മുമ്മയിൽ നിന്ന് കേൾക്കുന്ന അതിൻ്റെ ഒരു സ്വാധീനം വളരെ ശക്തമായിട്ടുണ്ട്. ബൈബിൾ കഥകൾ അമ്മുമ്മയിൽ നിന്ന് കേൾക്കുന്നു. ചെറുപ്പകാലത്ത് തന്നെ ബൈബിള് വായിക്കുന്നു. പിൽക്കാലത്ത് ഞാൻ ബൈബിൾ കോഴ്സ് പഠിക്കുന്നുണ്ട്. തൃശ്ശൂർ മണ്ണൂത്തിയിൽ ഒരു ബൈബിൾ കോഴ്സ് പഠിക്കുകയും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 600-ൽ 556 മാർക്ക് മേടിച്ച് ബൈബിൾ കോഴ്സ് പാസ്സാകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഖുറാൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നിങ്ങനെ പലയിടത്തും അറബി പഠിക്കാനും ഒക്കെ താല്പര്യപ്പെട്ടെങ്കിലും അതിനുള്ള സാഹചര്യം ലഭിക്കാത്തതിനാൽ CN മുഹമ്മദ് മൗലവിയുടെ ഖുറാൻ പരിഭാഷ വാങ്ങിച്ച് ഖുറാൻ ആദ്യന്തം വായിക്കുന്നുണ്ട്. ആ കാലത്ത് തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു പുസ്തക ശേഖരണം തുടങ്ങുന്നതിന് 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന 2 പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും അതുപോലെ തന്നെ ഈ പഴയ നിയമവുമാണ് ഞാൻ ആദ്യകാലത്ത് വായിക്കുന്ന പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ. ഈ 2 പുസ്തകങ്ങളിൽ നിന്നാണ് വായന ആരംഭിക്കുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും പഴയ നിയമം. അവിടെ നിന്നാണ് പിൽക്കാലത്തെ വായന മുഴുവൻ രൂപപ്പെട്ടു വരുന്ന ഈ 2 പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ എൻ്റെ ഒരു ആധ്യാത്മിക താല്പര്യവും ഒക്കെ കണ്ടിട്ടാണ് അമ്മാവൻ ഒരു ആത്മീയ വഴിയിലേക്കാണ് ഈ ബാലൻ്റെ വളർച്ച എന്ന് മനസ്സിലാക്കുന്നത്. അന്ന് എന്നെ അലട്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ബാങ്ക് വിളി കേൾക്കുമ്പോഴാണ് വളരെയധികം വിഷാദം തോന്നുമായിരുന്നു. എനിക്കന്ന് വളരെയധികം ദുഃഖിതനാകുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദുഃഖത്തിന് കാരണം എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം ഇങ്ങനെ മരിച്ചു പോകുന്നത്? അതായിരുന്നു എൻ്റെ 7ാം ക്ലാസ്സിലൊരു ചിന്ത. മനുഷ്യരെല്ലാം എന്തുകൊണ്ടാണ് മരിക്കുന്നത്? ആ ചിന്ത അലട്ടിക്കൊണ്ടിരുന്ന പ്രധാനമായിട്ട് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സന്ധ്യയ്ക്കുള്ളൊരു ബാങ്ക് വിളി ഉണ്ടല്ലോ, 6 മണിക്കാണെന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് ഈ വിഷാദം അലട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം
മരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ആ കാലത്ത്. എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം മരിച്ചു പോകുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം, മരിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ഏതാണ്ട് 7ാം ക്ലാസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു അന്വേഷണം ഞാൻ അമ്മാവനോട് പങ്കുവെക്കുന്നുണ്ട്. അമ്മാവൻ ക്രമേണ ജ്യോതിഷം പഠിപ്പിക്കാനും അതുപോലെ തന്നെ തന്ത്രം പഠിപ്പിക്കാനും ഒക്കെ എന്നെ നയിക്കുന്നുണ്ട്. അന്ന് ഹരിപ്പാട് പിത്തമ്പിൽമഠം കുമാരൻ നമ്പൂതിരി അദ്ദേഹത്തിന് കീഴിൽ എന്നെ തന്ത്രം പഠിപ്പിക്കാൻ ഏർപ്പെടുത്തുക. അമ്മാവൻ ജ്യോതിഷിയായിരുന്നു. അമ്മാവനൊരു ജ്യോതിഷിയായിരുന്നു. വളരെ വിപുലമായ പണ്ഡിതനായിരുന്നു ജ്യോതിഷത്തിൽ. അദ്ദേഹം ഏറെക്കാലം ബോംബെയിലൊക്കെ ആയിരുന്നു താമസം. അപ്പോൾ ബോംബെയിൽ ഏതോ ഒരു പാർക്കിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചത്. അതായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് പേര് വീണ ദാമോദര പാർക്കെന്ന. അദ്ദേഹം അറിയപ്പെടുന്ന പാർക്കെന്ന. മുംബൈയിൽ ഏതോ പാർക്കിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം. അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും പാർക്കെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും പാർക്കമ്മാവനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദാമോദരൻ എന്നാണ് വളരെ പിന്നീടാണ് മനസ്സിലാക്കിയത്. അത് രസകരമാണ് എന്നാണ് പാർക്കമ്മാവനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ അറിയപ്പെടുന്ന അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ പിത്തമ്പിൽമഠം കുമാരൻ നമ്പൂതിരി അടുത്ത് ഏൽപ്പിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തന്ത്രം വളരെ വിപുലമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് കുമാരൻ നമ്പൂതിരിയുടെ കീഴിലാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് തന്ത്രവും ജ്യോതിഷവും. പിന്നീട് ജ്യോതിഷം വേറെ ഒരു അമ്പലപ്പുഴ അജിത് കുമാർ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ അഗാധമായി പരിചയപ്പെടാനും ജ്യോതിഷത്തിൻ്റെ പ്രക്രിയകളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. പിന്നീട് സ്വന്തം നിലയ്ക്ക് തന്നെ ധാരാളം ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ശ്രമിച്ചു. തന്ത്രപഠനം വളരെ ആഴത്തിൽ താന്ത്രിക ക്രിയകളെപ്പറ്റി മനസ്സിലാക്കാനും തന്ത്രഗ്രന്ഥങ്ങളെയൊക്കെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ അക്കാലത്ത് തന്നെ ഇടയാകുകയും ചെയ്തു. പിന്നീട് ആ ഒരു തന്ത്രത്തിൻ്റെ പഠനം പിൽക്കാലത്ത് ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ട് മാറാൻ സഹായിക്കുകയും ചെയ്തു. ഏത് ക്ഷേത്രം? നിരവധി ക്ഷേത്രങ്ങളിൽ പിന്നീട് ശാന്തിയായിട്ട്. ഏത് പ്രായത്തിലാണത്? അത് ഒരു 22 വയസ്സിന് മുമ്പാണ്. 22 വയസ്സോടുകൂടി ആ ശാന്തി പരിപാടി അവസാനിക്കുക. കാരണം 22ാമത്തെ വയസ്സിൽ ഒരു മാറ്റം ഉണ്ടാകുക. അപ്പോൾ 22 വയസ്സിന് മുമ്പ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ മേൽശാന്തി പദവി വഹിച്ചു. ഈ ജ്യോതിഷം പറ്റിയിട്ടുണ്ടോ? ജ്യോതിഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ചെറുപ്പകാലത്ത് തന്നെ ഏതാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്ഥലത്തെ ഒരു ദിവ്യനായി മാറി. കാരണം ഈ ഗുരുമന്ദിരത്തിൽ പൂജ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം സിദ്ധിച്ച ഒരാളാണ് എന്ന് നാട്ടിൽ മുഴുവൻ ഒരു പ്രചാരം കൈവന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവ്യ പരിവേഷം നാട്ടുകാർക്കിടയിൽ ലഭിക്കുകയും രോഗശാന്തിക്കായിട്ടും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുമായിട്ട് ധാരാളം ആളുകൾ അന്ന് തന്നെ വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ശാന്തിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് സംഭവിച്ചൊരു കാര്യം, അന്ന് കൂടുതലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പല സ്ഥലങ്ങളിൽ, ആലപ്പുഴ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ശാന്തിയായി സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ പ്രശ്നം നോക്കാനായിട്ട് വരുമായിരുന്നു. അപ്പം അമ്പലത്തിലെ ശാന്തിപ്പണി കഴിഞ്ഞാൽ ഏതാണ്ടൊരു 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആളുകൾ കാണാൻ വരുമായിരുന്നു. കാണാൻ വരുമായിരുന്നെന്ന് മാത്രമല്ല, അക്കാലത്ത് ഈ ദക്ഷിണയെല്ലാം കൂടെ എണ്ണാൻ പോലും കഴിയാതെ കൂന കൂട്ടിയിട്ട സമയം പോലും ഉണ്ട്. അത്രമാത്രം തിരക്ക്. പക്ഷെ ആ കാലത്തും ധാരാളം വായന ഉണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോരാൻ എന്നെ പ്രേരിപ്പിച്ച 2 ഘടകം, ഞാൻ അക്കാലത്ത് 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതൊന്ന് കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളാണ്. കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളും ഇടമറുകിൻ്റെ കൃതികളും. കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ ധർമ്മരാജ ഡാട്ടിൻ്റെ മതം ശാസ്ത്രം യുക്തിയുന്ത എന്ന് ഈ 3 പുസ്തകങ്ങൾ അക്കാലത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തോ ഇതൊരു 22ാമത്തെ വയസ്സിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ്. ഇത് ധാരാളം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു കോഴിമുട്ടയ്ക്കകത്തായിരിക്കുന്നത്. ആ മുട്ട പൊട്ടിക്കണം, എന്നാൽ മാത്രം ഒരു സ്വതന്ത്ര മനുഷ്യനാകാൻ സാധ്യതയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നത് അവിടെ മുതലാണ്. പക്ഷേ ആ യാത്ര സമ്പൂർണ്ണമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ബിരുദ പഠനം പൂർത്തിയാകുമ്പോഴാണ്. അന്ന് ഈ ശാന്തിപ്പണിയുമായിട്ടൊക്കെ നടന്നത് കാരണം ഡിഗ്രി പൂർത്തിയാക്കിയിരുന്നില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സാഹിത്യ വിഭാഗം വിദ്യാർത്ഥിയായിരുന്നു. ആ കാലത്താണ്
ലൈബ്രറിയിൽ നിന്നും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കൃതികളെല്ലാം വായിക്കാൻ തുടങ്ങിയത്. വായനയുടെ ഒരു വിപുലമായ ലോകം തുറന്നിട്ടത് തന്നെ സംസ്കൃത സർവകലാശാലയിലെ ഈ ബിരുദ പഠനമാണ്. ധാരാളം വായിക്കാൻ അവസരം ഉണ്ടായിരുന്നു, വായനയെ പ്രചോദിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. അന്ന് ഞാൻ സംസ്കൃത സർവകലാശാലയുടെ തുറവൂർ പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. പ്രശസ്തരായ ധാരാളം അധ്യാപകർ അന്ന് തുറവൂർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ തുറവൂർ കേന്ദ്രത്തിൽ സംസ്കൃതം തന്നെയില്ല, സർവകലാശാലയുടെ ആ കേന്ദ്രം തന്നെ അടച്ചുപൂട്ടി. സംസ്കൃത സർവകലാശാലയിൽ തന്നെ അധ്യാപകനായിരുന്ന ഡോക്ടർ ഷാജി ജേക്കബ്, അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. എന്നെ നളിനി പഠിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ് ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ. അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ്സുകൾ വലിയ വായനയുടെ ലോകത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരുന്നു. തന്നെയല്ല, ഈ ഹരിപ്പാട് നിന്ന് സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് ഞാനും അജുമാഷും കൂടെ, അജു നാരായണ മാഷുമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടൊരു മൊബൈൽ വാങ്ങിച്ചിരുന്ന അജുമാഷ ആദ്യമായിട്ട് മൊബൈൽ വാങ്ങിച്ചു. അത്രയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ഞാനും അജുമാഷും തമ്മിൽ ഉണ്ടായിരുന്നത്. അത്രയേറെ വളരെ വിപുലമായ വൈജ്ഞാനികമായ കാര്യങ്ങൾ സംസാരിക്കുകയും അന്ന് ട്രെയിനിൽ തന്നെ ഈ വൈജ്ഞാനിക സംവാദത്തിന് സാധ്യമായ ഒരു വലിയ യാത്രാവൃന്ദം തന്നെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ വായനയ്ക്ക് സാധിച്ചു. തന്നെയല്ല, ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം, ഒരു 5 പുസ്തകം എടുത്തുകൊണ്ട് വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വായിച്ച് തിരികെ കൊടുക്കും. കാരണം ഒരു 2 മണിക്കൂർ ട്രെയിൻ യാത്രയിൽ ആ പുസ്തകം വായിക്കാൻ കിട്ടും. അപ്പോൾ പുസ്തകം വളരെ ആർത്തിയോടുകൂടിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അത്ര ആർത്തി, ഒരു ഭയങ്കരമായിട്ട് വിശപ്പുള്ള ഒരാളെ പോലെയാണ് അന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്. ആ വായനയും ഒക്കെ തന്നെ പിൽക്കാലത്ത് ഇതിൽ നിന്നും നിലവിൽ ചെയ്തു വന്നിരുന്ന ജ്യോതിഷത്തിൻ്റെ വഴിയിൽ നിന്നും താന്ത്രിക വൃത്തിയിൽ നിന്നുമൊക്കെ വഴിമാറി ചിന്തിക്കുവാനും പുതിയ ലോകബോധത്തിലേക്ക് ലോകവീക്ഷണത്തിലേക്കുമൊക്കെ മാറുവാനും സഹായിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ഈ ശാന്തിയായിട്ടിരിക്കുമ്പോൾ തന്നെയുള്ള ചില അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ചിന്തയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്ന, അന്ന് ഈ കാര്യസിദ്ധി പൂജ വളരെ പ്രസിദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ നേതൃത്വത്തിലുമൊക്കെ അത് നടന്നിരുന്നു. പക്ഷേ അത്തരം ഇതിൽ പങ്കെടുക്കുമ്പോൾ പോലും, കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്ന കാലഘട്ടത്തിൽ പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം യേശു കടലിനെ ശാന്തമാക്കുന്നതിനെ പറ്റിയാണ്. മനുഷ്യരുടെ ദുഃഖങ്ങളെ എങ്ങനെ ശാന്തമാക്കാം, ഇതായിരുന്നു അലട്ടിയിരുന്ന പ്രശ്നം. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിലോസഫി യേശു കടലിനെ ശാന്തമാക്കിയതുപോലെ, ഇതായിരുന്നു മനസ്സിലെ ചിന്ത. അല്ലാതെ മറ്റേതെങ്കിലും ഒരു സംഗതിയല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഭദ്രകാളിയെ പറ്റിയുള്ള ചിന്തകളിൽ എന്നെ പലപ്പോഴും നയിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഭദ്രകാളിയെ പറ്റിയുള്ള, അദ്ദേഹം ഭദ്രകാളി ഉപാസകനായിരുന്ന കാലത്തെ പറ്റിയൊക്കെയുള്ള ചിന്ത. അന്നാണ് ഇപ്പം ഈ പരമഹംസരുടെ കൃതികളും ജീവിതമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ അന്ന് വായിക്കുന്നത്. ഇന്ന് അതിനോടൊക്കെ വളരെ ശക്തമായ വിമർശനാത്മകമായ ഒരു ക്രിറ്റിക്കൽ അപ്രോച്ചാണ് അതിനോടൊക്കെ ഉള്ളത്. പക്ഷെ അക്കാലത്ത് ഇത്തരം ചിന്തകളൊക്കെ ഒരു ഉപാസകൻ എന്ന നിലയ്ക്ക്, അന്നത്തെ നിലയ്ക്ക് വലിയ രീതിയിൽ പരമഹംസരുടെ ജീവിതവും രമണ മഹർഷിയുടെ ജീവിതവും അവരുടെയൊക്കെ പ്രവർത്തികളും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് സന്യാസം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. ശിവഗിരിയിൽ നടക്കുന്ന ചിത്രമീമാംസ പരിഷത്ത്, ഈ ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് അങ്ങനെ ഒരു പരിഷത്ത് ശിവഗിരി നടക്കും. ഇന്നും അത് നടക്കുന്നുണ്ട്. രസകരമായൊരു കാര്യം പിന്നീടുണ്ടായത്, വർഷങ്ങൾക്ക് ശേഷം ശിവഗിരിയിൽ എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ്. അപ്പം ഞാനൊരു വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ ആ പരിഷത്തിൽ പങ്കെടുക്കുകയും അവിടെ ഒരു ശ്രോതാവായിട്ടിരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം PhD ബിരുദധാരിയായ അധ്യാപകനായിട്ട് ഞാനവിടെ ഒരു പ്രഭാഷണം നടത്താൻ പോയത് വേറൊരു അർത്ഥത്തിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനത് സച്ചിദാനന്ദ സ്വാമിയാണല്ലോ ഇപ്പം മഠാധ്യക്ഷൻ. അപ്പം ഞാൻ ആ കാര്യം വേദിയിൽ തുറന്നു പറയുകയും ചെയ്തു. ഒരു കാലത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലനായിരുന്നപ്പോൾ ഇവിടെ ഈ പരിഷത്തിൽ പങ്കെടുക്കുവാൻ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പ്രഭാഷകനായി വരാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു എന്നുകൂടി പറയുകയും ചെയ്തു. അപ്പോൾ അത് അങ്ങനൊരു മാറ്റമാണ്. 7ാം ക്ലാസ്സിൽ അവിടുത്തെ പരിഷത്തിൽ പങ്കെടുക്കുമ്പോൾ തികച്ചും ഒരു വേറൊരർത്ഥത്തിൽ ആയിരുന്ന ഒരാൾ പിന്നീട് ഒരു പ്രഭാഷകനായി ചെല്ലുമ്പോൾ വേറൊരു തരത്തിലാണ് അവിടെ ചെല്ലുന്നത് ഉള്ളതാണ്. പക്ഷേ അന്നും ഇന്നും ഉള്ള ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നാരായണ ഗുരുസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും ജീവിതവുമാണ്
എന്നെ ഇപ്പോഴും വളരെ അഗാധമായി മനസ്സിൽ സ്പർശിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. ഇപ്പോഴും എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന, ജീവിതത്തെ നയിക്കുന്ന ഒരു ദർശനം എന്ന നിലയ്ക്ക് നാരായണ ഗുരുവിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും വളരെ ആഴത്തിൽ വേരോട്ടമുള്ള ഒന്നായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ അക്കാദമിക മേഖലയിലേക്ക് കടന്നപ്പോൾ ഈ താന്ത്രിക് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അതുപോലെ തന്നെ ഈ എക്സ്പേറ്ററി റൈറ്റ്സിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് പ്രധാനമായിട്ടും അതെ ആ മേഖലയിലേക്കാണ് വന്നത്. അത് ഈ ശുദ്ധിക്രിയകൾ അല്ലേ? അതെ. എന്താണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായൊരു കാരണം? അതിനെന്തെങ്കിലും ഒരു സാമൂഹികയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രചോദനമുണ്ടോ? എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഈ പറയുന്ന അസ്പൃശ്യതയുടെയും ഒക്കെ തന്നെ ഒരു ജാതീയ സമൂഹത്തിനുള്ളിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ഗവേഷണത്തെ നയിച്ചത് വൈജ്ഞാനികമായൊരു അവബോധമായിരുന്നു. തീർത്തും വൈജ്ഞാനികമായൊരു അവബോധമായിരുന്നു. അപ്പം ഞാൻ ഗവേഷണം നടത്തുന്ന എൻ്റെ ഗവേഷണ മാർഗദർശി എന്ന് പറയുന്നത് ഡോക്ടർ കെ എം സംഗമേശൻ. അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത സാഹിത്യ വിഭാഗം പ്രൊഫസറാണ്. അപ്പം ഞാൻ തന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു കാലത്ത് ശാന്തിയായിരുന്നു. അദ്ദേഹവും ഞാൻ കടന്നു വന്നതുപോലെ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ യാഥാസ്ഥിതികമായ ജീവിത മൂല്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് വളരെ ആഴത്തിൽ സംസ്കൃതം പഠിച്ച് അതിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും ഒക്കെയായി മാറിയ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് സ്വയം തിരിച്ചറിയുന്ന, ആ രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു സംഗമേശൻ മാഷ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് തന്ത്രത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം, അദ്ദേഹവും PhD ചെയ്തത് തന്ത്രത്തെ സംബന്ധിച്ചായിരുന്നു. പ്രയോഗമഞ്ജരിയെ ക്രിറ്റിക്കൽ സ്റ്റഡി. പ്രയോഗമഞ്ജരി എന്ന് പറയുന്ന 10-11 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ഒരു ശൈവ സിദ്ധാന്ത ഗ്രന്ഥത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം കാലിക്കറ്റ് സർവകലാശാലയിൽ. അപ്പോൾ എന്നോടിങ്ങനെ ആവശ്യപ്പെട്ടു, തന്ത്രത്തിലായാലോ ഗവേഷണം? അപ്പോൾ എനിക്കും താല്പര്യമുള്ള മേഖലയാണ്. കാരണം തന്ത്രമൊക്കെ പഠിച്ച ആളാണ്, അതിൻ്റെ പ്രാക്ടീസിലൂടെ കടന്നു വന്നിട്ട ഒരാളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചരിത്രപരമായി അറിയുക എന്നുള്ളതും നമുക്ക് ഓഡിയൻസിന് വേണ്ടി എന്താണ് ഈ തന്ത്രവിദ്യ, എന്താണ് തന്ത്രം എന്നൊന്ന് ലളിതമായിട്ടൊന്ന് പറയാമോ? സത്യത്തിൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒന്നല്ല. എങ്കിലും ലളിതമായി പറഞ്ഞാൽ തന്ത്രം എന്ന് പറയുന്നത് പൊതുവെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രപരമായ ചില റിച്വൽസ് ഉള്ളടങ്ങുന്ന ഒന്നാണെന്ന് പൊതുവെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ തന്ത്രം എന്ന് പറയുന്നത് അത് മാത്രമല്ല. ഇപ്പോൾ തനോതി വിപുലാനർത്ഥാൻ തത്വമന്ത്ര സമന്വിതാൻ എന്നൊക്കെ തന്ത്രത്തിന് ചില നിർവചനങ്ങൾ കൊടുക്കും. അത് പിൽക്കാലത്തെ നിർവചനങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തന്ത്രം എന്ന് പറയുന്നത് ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒന്ന് മാത്രമായിരുന്നില്ല. ക്ഷേത്രബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. അതെങ്ങനെയെന്ന് വിശദമാക്കാം. തന്ത്രത്തിന് പ്രാചീനമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് 7-ാം നൂറ്റാണ്ടിലെ ബ്രഹ്മയാമളം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥമാണ്. അഹമ്മദാബാദിൽ നിന്നാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, പ്രയാഗയിൽ നിന്ന്. അതിൽ പറയുന്നത് ഒരു യോഗി, താന്ത്രികനായൊരു സിദ്ധൻ അത്ഭുത സിദ്ധികൾ എങ്ങനെ കൈവരിക്കാം, അതിനെ സംബന്ധിച്ച റിച്വൽസ് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം. അതിൽ ഒരു റിച്വൽ എന്ന് പറയുന്നത് താന്ത്രികനായ സാധകൻ ഒരു ചിത്രപടത്തിൽ, ചക്രമൊക്കെ വരച്ച ചിത്രപടം ശ്മശാനത്തിൽ വിരിച്ചിട്ട് ഒരു യോഗിനി എന്ന് പറഞ്ഞാൽ താന്ത്രിക സാധകയായ ഒരു യോഗിനിയെ അവരെ നഗ്നയാക്കി ഈ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അവരെ പൂജിക്കുകയും ആരാധിക്കുകയും അവരുടെ യോനിയെ ചുംബിച്ച് അവരെ ഓർഗാസത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ചുംബനാലിംഗനം കൃത്വ ലിംഗം തത്ര പ്രാവിശേത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായ ലൈംഗിക അനുഷ്ഠാനത്തിൻ്റെ വർണ്ണനയുള്ളൊരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം. ഇത് നടക്കുന്ന എവിടാ? ഈ ലൈംഗിക അനുഷ്ഠാനങ്ങൾ മുഴുവൻ നടക്കുന്ന ഒരു ശ്മശാനത്തിലാണ്. അങ്ങനെ അത്ഭുത സിദ്ധി കൈവരിക്കുന്ന ഒരു അനുഷ്ഠാനത്തെ പറ്റിയാണ് ബ്രഹ്മയാമളത്തിൽ വർണ്ണിക്കുന്നത്. ഇങ്ങനെ അത്ഭുത സിദ്ധി കൈവരിക്കുന്ന, അത്ഭുത സിദ്ധികൾ കൊണ്ട് നിധി കണ്ടെത്തുന്ന യോഗിനിയെപ്പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് കഥാസരിസാഗരത്തിൽ കാണാം. മരിച്ച മനുഷ്യൻ്റെ ശരീരത്തിലെ നെയ്യെടുത്ത് മേധസ്സെടുത്ത് തീപ്പന്തം ഉണ്ടാക്കി ആ പന്തവും കൊണ്ടുപോയി
നിധി കണ്ടെത്തുന്ന അത്ഭുത സിദ്ധന്മാരെ പറ്റിയുള്ള പരാമർശങ്ങൾ കഥാസരിസാഗരത്തിൽ കാണാം. ഹർഷൻ്റെ ബാണഭട്ടൻ്റെ ഹർഷചരിതത്തിലും കാദംബരിയിലും ഇതുപോലെ അത്ഭുതകരമായ സിദ്ധികളുള്ള യോഗികളെ പറ്റിയുള്ള പരാമർശം കാണാം. പുഷ്പഭൂതി എന്ന് പറയുന്ന ഒരു രാജാവിന് മക്കളില്ലാഞ്ഞിട്ട് താന്ത്രികനായ ഒരു സാധകൻ ജപിച്ചു കൊടുക്കുന്ന മാമ്പഴം കഴിച്ചിട്ട് മക്കളുണ്ടാകുന്നതിനെ പറ്റിയുള്ള പരാമർശം കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പഴയ കൃതികളിൽ എന്തിനധികം പറയുന്നു, ഭവഭൂതിയുടെ ഉത്തരരാമചരിതം 7-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമാണ്. പറക്കുന്ന ഡാകിനികളെ പറ്റിയുള്ള പരാമർശമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്ത്രം എന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ ഇന്നത് തിരിച്ചറിയുന്നത് ക്ഷേത്രകേന്ദ്രീകൃതമായ ഒന്ന് മാത്രമാണെന്ന്. അങ്ങനല്ല. അതിന് പുറത്തുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യർക്ക് അത്ഭുത സിദ്ധി കൈവരിക്കാൻ കഴിയുമെന്നിട്ടുള്ള വിശ്വാസവും രോഗം മാറ്റാനും സന്താനമുണ്ടാകാനും മഹാമാരികളെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയുള്ള അത്ഭുത സിദ്ധി കൈവരിക്കുന്ന യോഗികളെപ്പറ്റി, യോഗിനികളെപ്പറ്റി, താന്ത്രികന്മാരായ സാധകന്മാരെയൊക്കെ പറ്റി പരാമർശമുള്ള അത്തരം അനുഷ്ഠാനങ്ങളുടെ വിപുലമായ പരാമർശമുള്ള ഒരു വലിയ പാരാവാരമാണ് യഥാർത്ഥത്തിൽ തന്ത്രം എന്ന് പറയുന്നത്. ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ നമുക്കത് സംബന്ധിച്ച് ലഭിക്കാനുണ്ട്. ബൗദ്ധതന്ത്രം എന്ന് പറയുന്നൊരു പ്രത്യേക ശാഖ തന്നെ ഉണ്ട്. ജൈനതന്ത്രം എന്ന് പറയുന്നൊരു ശാഖയുണ്ട്. ഗാരുഡതന്ത്രം എന്ന് പറയുന്നൊരു ശാഖ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ ശ്രീകൃഷ്ണപ്പരുന്ന് എന്നൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ഈ കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്നൊരു രംഗം വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ബൗദ്ധമായ വിസവന്ത ജാതകത്തിലാണ് അതിനെ സംബന്ധിച്ച പരാമർശമുള്ളത്. ബോധിസത്വൻ കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്നത് സംബന്ധിച്ച പരാമർശം വിസവന്ത ജാതകത്തിൽ കാണാം. ആ കഥയിൽ നിന്നാകാം ഈ ശ്രീകൃഷ്ണപ്പരുന്തിലേക്ക് ഈ ഒരു ആശയം കടന്നു വരുന്നത്. അപ്പോൾ ഗാരുഡതന്ത്രം എന്ന് പറയുന്നൊരു ശാഖ, ഭൈരവതന്ത്രം എന്ന് പറയുന്ന ഒരു ശാഖ. അപ്പോൾ ഗാരുഡതന്ത്രത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഷചികിത്സയായിരുന്നു. ഗാരുഡതന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേൾ കടിച്ചാലുള്ള വിഷം ഇല്ലാതാക്കുക, എലി കടിച്ചാലുള്ള വിഷം ഇല്ലാതാക്കുക, പ്രാണികൾ കടിക്കുന്ന വിഷത്തിനെതിരായിട്ടുള്ള ചികിത്സ. അപ്പം മരുന്നും മന്ത്രവും എന്ന് പറയുന്ന രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കുഴഞ്ഞു മറിഞ്ഞ സങ്കീർണമായൊരു പ്രക്രിയ വേണം നമ്മൾ തന്ത്രം എന്ന് വിളിക്കാൻ. പിൽക്കാലത്താണ് അത് ഏതിലേക്ക് വഴിമാറുന്നത്, ക്ഷേത്രകേന്ദ്രീകൃതമായ ഒന്നിലേക്ക് അത് വഴിമാറുന്നത് പിൽക്കാലത്താണ്. തന്നെയല്ല, ക്ഷേത്രങ്ങൾ തന്നെ ആദ്യകാലത്ത് ബ്രാഹ്മണ കേന്ദ്രിതമായൊന്നായിരുന്നില്ല. ബാണഭട്ടൻ്റെ കൃതികളിൽ തന്നെ ഭദ്രകാളിക്ക് മാംസം നിവേദിക്കുന്ന ശബരരെ പറ്റിയുള്ള പരാമർശം കാണാം. ശബരർ ഭദ്രകാളിക്ക് മാംസം നിവേദിക്കുന്നതിനെ പറ്റി. തമിഴ്നാട്ടിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ബ്രഹ്മയാമളത്തിൽ മറ്റൊരു ബ്രഹ്മയാമളത്തെ സംബന്ധിച്ച് മുമ്പ് സൂചിപ്പിച്ച അഹമ്മദാബാദിലെ നിന്ന് നമുക്ക് ലഭിച്ച ബ്രഹ്മയാമളം, ഇന്ത്യയിൽ അത്തരം 5 ബ്രഹ്മയാമളങ്ങളുണ്ട്. അതിലെ 2 ബ്രഹ്മയാമളങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും ഒന്ന് പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് ഒരു താളിയോല ലഭിച്ചിട്ടുള്ളത്. അതിൽ ദക്ഷിണേന്ത്യയിലെ ബ്രഹ്മയാമളത്തിൽ കാണുന്നത് ഭദ്രകാളിയെ പൂജിക്കാൻ അധികാരി പാരശവരാണെന്നാണ് പരാമർശമുള്ളത്. പാരശവരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പുരുഷന് ശൂദ്ര സ്ത്രീയിലുണ്ടാകുന്ന സന്താനങ്ങളാണ് പാരശവർ. അവർക്കാണ് ഭദ്രകാളിയെ പൂജിക്കാൻ അധികാരം, ബ്രാഹ്മണർക്കല്ല. അപ്പോൾ തന്നെയല്ല, ഒരു യാമളാചാര്യനെ നിയമിക്കുന്നത് സംബന്ധിച്ച പരാമർശം 10-ാം നൂറ്റാണ്ടിലെ ഭരണവർഷത്തിലുള്ള രാജേന്ദ്ര ചോളൻ്റെ ശിലാലിഖിതത്തിൽ കോലാരമ്മ ക്ഷേത്രത്തിൽ, ഇന്ന് ബാംഗ്ലൂരിലെ കോലാരമ്മ ക്ഷേത്രത്തിൽ, നളമ്പാവാടിയിലുള്ള കോലാരമ്മ ക്ഷേത്രത്തിൽ യാമളാചാര്യനെ നിയമിക്കുന്ന സംബന്ധിച്ച പരാമർശമുള്ള ശിലാലിഖിതം കാണാം. അതിൽ പരാമർശിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബ്രഹ്മയാമളവുമായിട്ട് ധാരാളം സാദൃശ്യങ്ങൾ കാണാം. അതിലൊരു പ്രധാനപ്പെട്ട കുജവാര ബലി എന്ന് പറഞ്ഞ അനുഷ്ഠാനമാണ്. ചൊവ്വാഴ്ച തോറും ഭദ്രകാളിക്ക് ബലി കൊടുക്കുക. ഇതെവിടെ പരാമർശമുണ്ട്? രാജേന്ദ്ര ചോളൻ്റെ 10-ാം ഭരണവർഷത്തിലുള്ള ശിലാലിഖിതത്തിലും കുജവാര ബലിയെ പരാമർശമുണ്ട്. ഈ ഗ്രന്ഥത്തിലും പരാമർശമുണ്ട്. മത്സ്യഹോമത്തെ പറ്റിയുള്ള പരാമർശമുണ്ട്. മദ്യപാനം, ദേവിക്ക് മദ്യം നിവേദ്യം കൊടുക്കുന്നതിനെ പറ്റിയുള്ള പരാമർശം ബ്രഹ്മയാമളത്തിലുണ്ട്. മദ്യപാനം എന്ന് പറയുന്ന ചടങ്ങിനെ പറ്റി ശിലാലിഖിതത്തിലും പരാമർശമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞത് കർണാടകയിലെ നൊളമ്പാവാടിയിലുള്ള കോലാരമ്മ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മയാമളമാണെന്നാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ വളരെ വിപുലമായ, അത്യഗാധമായ, പരന്ന ഒരു ട്രഡീഷനാണ് തന്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുക. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തു നിന്ന് അകത്തേക്കും
ആചാരാനുഷ്ഠാനങ്ങളുടെ വലിയൊരു പ്രവാഹം, വിശ്വാസങ്ങളുടെ വലിയൊരു പ്രവാഹം, വൈവിധ്യങ്ങളുടെ വലിയൊരു പ്രവാഹം നിലനിന്നിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ ബൗദ്ധാന്തരത്തെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ ടിബറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ടിബറ്റിൽ നിന്ന് ലഭിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാം. ഇന്നിപ്പോൾ ജർമ്മനും അതുപോലെ ഫ്രാൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിപുലമായ തന്ത്രഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കാനുള്ളൊരു വലിയ ഫണ്ട് മുടക്കി തന്നെ അവർ വലിയ ആഴത്തിൽ തന്ത്രഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഗവേഷണം ചെയ്യുന്നു. ജ്യോതിഷത്തിനും അങ്ങനെ ഒരു വൈദേശിക ബന്ധമുള്ളതായിട്ട് പറയാറുണ്ട്. അതെ, ജ്യോതിഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യകാലത്ത് നോക്കുകയാണെങ്കിൽ ആര്യഭടൻ്റെ ആര്യഭടീയമാകട്ടെ, അതിലൊക്കെ തന്നെ നമുക്ക് ഈ ഫലഭാഗ ജ്യോതിഷത്തെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നും തന്നെ കാണാനില്ല. ലഗതൻ്റെ ജ്യോതിഷ ഗ്രന്ഥത്തിൽ ഇന്ന് കാണുന്ന പോലെ ഫലവിചാരണകളില്ല. ഒരു ഗ്രഹം അവിടെ നിന്നാൽ ഈ ഫലം. ഉദാഹരണം പറഞ്ഞാൽ ചൊവ്വ 7-ൽ നിന്നാൽ വിവാഹം മുടങ്ങും, രാഹു 7-ൽ നിന്നാൽ ചൊറി വരും അല്ലെങ്കിൽ ത്വക്ക് രോഗം വരും, ശനി 4-ൽ സഞ്ചരിച്ചാൽ കണ്ടകശനിയാണ്, ആ കാലഘട്ടത്തിൽ ഭയങ്കര ദോഷമായിരിക്കും. ഇങ്ങനെയുള്ള ഫലവിചാരണങ്ങളൊന്നും തന്നെ ലഗതൻ്റെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലോ ആര്യഭടൻ്റെ ആര്യഭടീയത്തിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ മാറ്റം എപ്പോഴാണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ യവനന്മാരുടെ കടന്നവരോടുകൂടിയാണ്. വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ യവനന്മാരെ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. യവനന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട്. തന്നെ റോമക സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ സംസ്കൃതത്തിലുണ്ട്. റോമക സിദ്ധാന്തം. ആ റോമക സിദ്ധാന്തം എവിടെ നിന്ന് വന്നു? റോമിൽ നിന്ന് തന്നെയാണല്ലോ വന്നത്, സംശയരഹിതമായിട്ടും. ഹോര എന്ന് പറയുന്ന സങ്കല്പം, സംസ്കൃതത്തിൽ ഹോര എന്നൊരു വാക്കില്ല. ഹോര എന്ന് പറയുന്ന വാക്ക് മണിക്കൂർ എന്നുള്ള അർത്ഥത്തിൽ അത് യവന സംസ്കാരത്തിൽ നിന്ന് വന്നതാണ് ഹോര. ദ്രേക്കാണം എന്ന് പറയുന്ന സങ്കല്പം അത് സംസ്കൃതത്തിലുള്ള സങ്കല്പമല്ല, ദ്രേക്കാണം അത് വിദേശത്ത് നിന്ന് വന്നതാണ്. ഇങ്ങനെ ധാരാളം സങ്കല്പങ്ങൾ. ഫലഭാഗ വിചാരണ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. യവനന്മാരിൽ നിന്നും റോമിൽ നിന്നും ഒക്കെ തന്നെ വന്നതാണ്. ഇന്ത്യയുടെ ആയിരുന്നില്ല അതൊക്കെ തന്നെ. അതുകൊണ്ടാണ് വരാഹമിഹിരൻ പറയുന്നത് യവനന്മാരെ ബഹുമാനിക്കണമെന്ന്. കാരണം അവരിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ യഥാർത്ഥത്തിലൊരു വൈദേശിക പാരമ്പര്യത്തെയാണ് ഈ ഫലഭാഗ ജ്യോതിഷികൾ പിന്തുടരുന്നത്. ഇന്ത്യൻ അല്ല, ഇന്ത്യൻ ആക്കിയതാണ് അതിനെ. ഹോര എന്നുള്ള സങ്കല്പം, ദ്രേക്കാണം എന്നുള്ള സങ്കല്പം, ഇതൊക്കെ തെളിയിക്കുന്ന അതാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. തന്നെ ഋഗ്വേദം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മുഹൂർത്തം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്നും ചില തെറ്റായ മുഹൂർത്തത്തിൽ വിവാഹവും ഗൃഹപ്രവേശവും ഒക്കെ നടന്നാൽ വലിയ പ്രശ്നമാണെന്ന് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിലൊക്കെ നോക്കിയാൽ മുഹൂർത്തം എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. പക്ഷേ മുഹൂർത്തം എന്ന് പറയുന്ന സങ്കല്പം ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഭീകരാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതെന്തായിരുന്നു? അന്നത്തെ ഋഗ്വേദത്തിലുള്ള മുഹൂർത്ത സങ്കല്പം എന്ന് പറയുന്നത് നല്ല സമയം എന്ന് പറയുന്നത് എന്താണ്? കാലാവസ്ഥ അനുയോജ്യമായിരിക്കുക. ഇപ്പോൾ യാഗം ചെയ്യണമെങ്കിൽ നല്ല കാലാവസ്ഥയിലല്ലേ യാഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. വലിയ ഇടി മഴയുള്ളൊരു സമയത്ത് എങ്ങനെ യാഗം ചെയ്യാൻ പറ്റും? രാത്രി ശുഭമുഹൂർത്തമല്ലെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാത്രി ശുഭമുഹൂർത്തമല്ലെന്ന് പറയാൻ കാരണം? ഋഗ്വേദത്തിൽ തന്നെ പരാമർശമുണ്ട്, ശതപഥ ബ്രാഹ്മണത്തിൽ പരാമർശമുണ്ട്, താണ്ഡ്യബ്രാഹ്മണം മുതലായ ബ്രാഹ്മണങ്ങളിൽ പരാമർശമുണ്ട്. എന്താണ് ആ പരാമർശം എന്ന് ചോദിച്ചാൽ രാത്രിയിൽ ചടങ്ങുകൾ ചെയ്ത രാക്ഷസന്മാരുടെ സമയമാണത്. അതുകൊണ്ട് ആ സമയത്ത് യാഗം ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ രാക്ഷസന്മാരെന്നും അസുരന്മാരെന്നൊക്കെ പറയുന്നത് തദ്ദേശീയ ജനവിഭാഗങ്ങളും അതുപോലെ തന്നെ അബ്രാഹ്മണരായിട്ടുള്ള ഗോത്രജനവിഭാഗങ്ങളാണ്. അവരുടെ വിശ്വാസവും പാരമ്പര്യമായിട്ട് യോജിക്കുന്ന ഒന്നല്ല യാഗങ്ങളും ചടങ്ങുകളും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു സംഘർഷം ഉണ്ടായി കാണും. അപ്പോൾ രാത്രിയിലൊക്കെ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ തദ്ദേശീയമായ ജനവിഭാഗങ്ങളുടെ ഒരു എതിർപ്പ് ഇത്തരം ചടങ്ങുകൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രാത്രിയാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള തീയും പുകയൊക്കെ ഉയരുന്നു. അതൊക്കെ തന്നെ ഭീതിതമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് ഇന്ന് ലഭിക്കുന്ന 11-12 നൂറ്റാണ്ടുകളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രാചീനമായ വൈഷ്ണവ പഞ്ചരാത്രങ്ങൾ നമുക്ക് 11, 12, 13 നൂറ്റാണ്ടുകളിലായിട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന വൈഷ്ണവ പഞ്ചരാത്രം ലഭിക്കുന്നത്. അതിനു മുമ്പുള്ള പഞ്ചരാത്രം നമുക്ക് ലഭിക്കാനില്ല. അതിൽ സ്വയംഭുവ പഞ്ചരാത്രം എന്ന് പറയുന്ന പഞ്ചരാത്ര ഗ്രന്ഥമുണ്ട്. സ്വയംഭുവ പഞ്ചരാത്രം, അഷ്ടാദശ വിധാനം, ഇതൊക്കെ തന്നെ വിഷ്ണു പൂജ സംബന്ധിയായ ഏറ്റവും പഴക്കം ചെന്ന താളിയോല ഗ്രന്ഥങ്ങളാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ മേധാവിയായ ദിവാകറാചാര്യയാണ് അതൊക്കെ കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്.
ഈ ഗ്രന്ഥങ്ങൾ ഞാൻ പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്ന സമയത്ത് ഈ മാനുസ്ക്രിപ്റ്റുകൾ വായിക്കാനിടയായിട്ടുണ്ട്. ഈ വൈഷ്ണവ പഞ്ചരാത്രത്തിൽ ഒരിടത്തും വിഷ്ണുവിനെ പ്രതിഷ്ഠ നടത്തേണ്ടത് ഏതെങ്കിലും ശുഭമുഹൂർത്തത്തിലാണെന്ന് പറയുന്നേ ഇല്ല. എന്തിനേറെ പറയുന്നു, രാത്രിയിൽ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ചെയ്യുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങളും ഈ പഞ്ചരാത്രത്തിൽ കാണാം. ഏതെങ്കിലും ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പ്രതിഷ്ഠ നടത്താം എന്നതിൽ കവിഞ്ഞ് മുഹൂർത്തത്തിൻ്റെ കൃത്യമായ ചുറ്റുവട്ടങ്ങളെപ്പറ്റി അതിൽ യാതൊരു പരാമർശങ്ങളും ഇല്ല. അപ്പം ഇങ്ങനെ നിലനിന്നൊരു സ്ഥലത്ത് നിന്നുമാണ് പിൽക്കാലത്ത് മുഹൂർത്തം ഒരു കർക്കശമായ സംഭവത്തിലേക്ക് വരികയും മുഹൂർത്തം തെറ്റായി അനുഷ്ഠിച്ചാൽ അത് വലിയ ഭീകരമായ ദുഃഖങ്ങൾക്കും ദുശകുനങ്ങൾക്കും ആപത്തുകൾക്കും ഇടവരുത്തുമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് മനുഷ്യജീവിതം, മനുഷ്യ സംസ്കാരം വളരെ പിൽക്കാലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഇങ്ങനൊരു സങ്കല്പം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫലസിദ്ധി, ഗ്രഹനിലകളനുസരിച്ചുള്ള ഫലസിദ്ധിയും ഈ മുഹൂർത്തവും ഒന്നും ഒരു ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിൽ അടിയുറച്ചതാണെന്ന് പറയാൻ സാധിക്കില്ല. രണ്ടു തരം പ്രശ്നങ്ങളാണ് ഉള്ളത്. നമുക്ക് ഭാരതീയമായ ആത്മീയത എന്ന് വിളിക്കുന്നത് തന്നെ ഒന്നാമത്തെ പ്രശ്നം. കാരണം ഇത് പല സങ്കല്പങ്ങളും പല കാര്യങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സംക്രമണത്തിൻ്റെയും കുടിയിരിപ്പിൻ്റെയും ഫലമായിട്ടുണ്ടായി വന്നതാണല്ലോ. അപ്പം ഭക്തിപ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ സൂഫികളുമായിട്ടൊക്കെ അതിന് ധാരാളം ബന്ധങ്ങളുണ്ട്. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരുപാട് ഭക്തിയെ പ്രസ്ഥാനം എന്ന് പറയുന്നതിൽ തന്നെ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിരിക്കെ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്, തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ പലതരം വിശ്വാസങ്ങൾ ഈ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് പിൽക്കാലത്ത് സ്വാംശീകരിക്കപ്പെടുന്നുണ്ട്. പിൽക്കാലത്ത് അത് വളരെ പിന്നീട് അത് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ആദ്യഘട്ടത്തിലൊരു വിമോചനാത്മകമായൊരു അടിത്തറ അതിനുണ്ടായിരുന്നു. അപ്പോൾ ഭാരതീയം എന്ന് വിളിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിരിക്കെ തന്നെ ആദ്യഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല, ഈ പറയുന്ന രീതിയിലുള്ള അടിയുറച്ചതായ തികച്ചും യാഥാസ്ഥിതികമായ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അതിയാഥാസ്ഥിതികയുടെ മൂല്യങ്ങളോ പാരമ്പര്യങ്ങളോ അത്തരം ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളിൽ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വസ്തുത. നമ്മൾ ഈ താന്ത്രിക ശുദ്ധിക്രിയയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഗ്രന്ഥങ്ങളും ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളും പലപ്പോഴും സമൂഹത്തിൽ ഈ സമ്പത്തിൻ്റെയും അല്ലെങ്കിൽ സാമൂഹിക ക്രമത്തിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിനുള്ള ഉപാധികളായിട്ട് അല്ലെങ്കിൽ ടൂളുകളായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് കാണാം. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്ന്. ഇപ്പോൾ പ്രായശ്ചിത്തത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രായശ്ചിത്തം കൃത്യമായിട്ട് ബ്രാഹ്മണ്യ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ടൂളായിരുന്നു. വളരെയധികം വിശദമാക്കേണ്ട ഒരു വിഷയമാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്ന സങ്കല്പം, ആ സങ്കല്പത്തിൻ്റെ ഉദയകേന്ദ്രം എന്ന് പറയുന്ന പാപം പുണ്യം എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. പാപം പുണ്യം എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ, അതിൽ നിന്നാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്ന സങ്കല്പം ഉടലെടുക്കുന്നത്. ഇപ്പം മനുസ്മൃതിയിലും യാജ്ഞവൽക്യ സ്മൃതിയിലും മറ്റ് ഒരുപാട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പാപം എന്ന് പറയുന്ന സങ്കല്പം ഏതൊക്കെയാണ് പാപവൃത്തികളെന്ന് പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം, ബ്രഹ്മഹത്യ, സ്തേയം, മോഷണം, മദ്യപാനം, ഇതൊക്കെ തന്നെ പാപമായിട്ടാണ് കരുതപ്പെടുന്നത്. ബ്രഹ്മഹത്യ എന്ന് പറയുന്ന വളരെ വിപുലമായി പരിശോധിക്കേണ്ട ഒരു സങ്കല്പം തന്നെ. ബ്രാഹ്മണരെ ഹത്യ ചെയ്യുക, ബ്രാഹ്മണരെ കൊല്ലുക ഒരു പ്രധാനപ്പെട്ട പാപം. വേറെ ആരെ കൊന്നാലും പ്രശ്നമില്ല, പക്ഷെ ബ്രാഹ്മണരെ കൊന്നാൽ പ്രശ്നമായിട്ടാണ് കാണുന്നത്. മറ്റ് മനുഷ്യജീവന് വിലയില്ലെന്നാണോ അതിനർത്ഥം? പക്ഷേ ബ്രഹ്മഹത്യ ഒരു പ്രധാനപ്പെട്ട പാപമായി വരുന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹത്തിൻ്റെ മേധാവിത്വ വർഗം ബ്രാഹ്മണരായതുകൊണ്ടാണ് ബ്രഹ്മഹത്യ പാപമാകുന്നത്. ബ്രാഹ്മണൻ്റെ നാവിലൂടെ പുറപ്പെടുന്ന ശാപവാക്കുകൾക്ക് ശക്തിയുണ്ടെന്നും ആ ശാപവാക്കുകൾ അമ്പിൽ നിന്ന് തൊടുത്തു വരുന്ന ശരം പോലെ, വില്ലിൽ നിന്ന് തൊടുത്തു വരുന്ന ശരം പോലെ ആരെയും ഭസ്മീകരിക്കുമെന്ന് അഥർവവേദത്തിൽ പറയുന്നുണ്ട്. അത്ര ശക്തമാണ്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ്റെ നാവിനും ഇത്രയൊരു ശക്തി ഉണ്ടാകുന്നതിന് കാരണം? അത് സമൂഹത്തിൻ്റെ മേധാവി വർഗം ബ്രാഹ്മണരായതുകൊണ്ടാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മേധാവി വർഗമാണ് പാപം എന്ന് പറയുന്ന പുണ്യം എന്ന് പറയുന്ന രണ്ട് സങ്കല്പം ഉണ്ടാക്കുന്നത് തന്നെ. അവരാണ് ഈ സങ്കല്പം ഉണ്ടാക്കിയത്. ഇപ്പോൾ പ്രാചീന ഗോത്രങ്ങൾ ഇത്തരം ചില സങ്കല്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആർത്തവത്തെ ആ നിലയ്ക്ക് നോക്കിയാൽ ചില പ്രാചീന ഗോത്രങ്ങൾ പാപമായിട്ട് കണ്ടിരുന്നു. ആർത്തവമുള്ള സമയം അശുദ്ധിയാണ്, പാപമാണെന്ന് കണ്ടിരുന്നു. ഹെൻറി എന്ന് പറയുന്നൊരു പണ്ഡിതൻ്റെ പഠനം അത് സംബന്ധിച്ചുണ്ട്. പ്രാചീന ഗോത്രങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം ആ പഠനം നടത്തിയിട്ടുള്ളത്. ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഇത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വെള്ളം തളിച്ചാണ് ആ പാപം നീക്കിയിരുന്നത്.
ശുദ്ധജലം തളിച്ചാൽ ആ പാപം മാറും. അപ്പോൾ ലളിതമായൊരു ചടങ്ങോടുകൂടി ആ കാര്യം കഴിഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതൊരു അശുദ്ധിയാണെന്ന് കരുതിയിരുന്നു. വെള്ളത്തിൽ കുളിച്ചാൽ ആ അശുദ്ധി മാറി. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ മധുവിധ രാത്രി ഇതുപോലെ തന്നെ അശുദ്ധിയായിട്ട് കരുതിയിരുന്നു. അത് ധൂപം പുകയ്ക്കുന്നതിലൂടെ അശുദ്ധി നീങ്ങും എന്ന് പ്രാചീനമായ ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇത് മാറും. ഇത് വൈദിക പൗരോഹിത്യത്തിനെങ്ങാൻ മാറ്റിയെന്ന് ചോദിച്ചാൽ സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സങ്കല്പമായി പാപത്തെയും പുണ്യത്തെയും അവർ മാറ്റി. സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള തങ്ങൾക്ക് സാമ്പത്തിക കേന്ദ്രമായി തീരുന്ന, സാമ്പത്തികമായി എല്ലാ നേടിയെടുക്കുന്നതിനുള്ള, അതിനെ അധികാര കേന്ദ്രമാക്കിയിരിക്കുന്ന ആകുന്നതിനുള്ള ഉപാധിയാക്കി അവരെ പാപപുണ്യ സങ്കല്പങ്ങളെ മാറ്റി. അത് നമുക്ക് ഏതൊക്കെയാണ് പാപം ഏതൊക്കെയാണ് പുണ്യം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് ഞാൻ ആദ്യം വിശദീകരിച്ച 1-2 ഉദാഹരണങ്ങളാണ്. ബ്രാഹ്മണർക്കെതിരെ തിരിഞ്ഞാൽ അത് പാപമാണ്. വർണ്ണാശ്രമ വ്യവസ്ഥക്കെതിരെ തിരിഞ്ഞാൽ പാപമാണ്. ജാതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരാൾ ജീവിക്കുന്ന എന്താണ്? പാപമാണെന്നാണ് പറയുന്നത്. ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഒരാൾ തിരിഞ്ഞാൽ അത് പാപമാണ്. ഇത് പറയുന്നത് ഏത് ഗ്രന്ഥമാണ്? ഭാഗവത പുരാണത്തിലാണ് ഇത് പറയുന്നത്. ഭാഗവത പുരാണത്തിൽ രസകരമായ മറ്റൊരു കാര്യം പറയുന്നത്, ജാതി വ്യവസ്ഥയെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറയുന്നത്? കാരണം വർണ്ണാശ്രമവും ജാതി വ്യവസ്ഥയുമാണ് സനാതന ധർമ്മത്തെ നിലനിർത്തുന്നത്. ഇപ്പം സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഈ ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് എക്കാലവും താൻ അവതരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വർണ്ണാശ്രമ വ്യവസ്ഥയെ, ആ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് വിധേയമായി മനുഷ്യർ ജീവിക്കുന്നതാണ് പുണ്യമെന്നാണ് പറയുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് മനുഷ്യർ ജീവിച്ചാൽ പുണ്യം. അതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇപ്പം സ്ത്രീകൾ പാതിവൃത്യം അനുഷ്ഠിക്കണം. എന്താണ് പാതിവൃത്യം എന്ന് പറഞ്ഞാൽ? ഭർത്താവിൻ്റെ എച്ചിൽ കഴിക്കുക. ശീലാവതിയുടെ ഒരു കഥയുണ്ടല്ലോ. ശീലാവതിയുടെ കഥ എന്താണ് പറയുന്നത്? ശീലാവതിയുടെ ഭർത്താവ് ഒരു കുഷ്ഠരോഗിയായിരുന്നു. ശീലാവതി കുഷ്ഠരോഗിയായ ഭർത്താവിൻ്റെ ഭക്ഷണാവശിഷ്ടമാണ് കഴിച്ചുകൊണ്ട്, ഒരു ദിവസം അവർ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ അറ്റുപോയ വിരൽ ഭക്ഷണത്തിൽ കിടപ്പുണ്ടായിരുന്നു. അത് മാറ്റിവെച്ചിട്ട് നിവേദ്യം കഴിക്കുന്നത് പോലെ ശീലാവതി തൻ്റെ ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം കഴിച്ചു. ഒരിക്കൽ കുഷ്ഠരോഗിയായി ഭർത്താവ് പറഞ്ഞു തനിക്ക് വേശ്യാലയത്തിൽ പോകണം. ശീലാവതി തൻ്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് വേശ്യാലയത്തിൽ പോയി സുരതവും കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ച നിമിത്തം ശീലാവതിക്ക് പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് സൂര്യനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നാണ് ശീലാവതിയുടെ കഥ പറയുന്നത്. ഈ കഥ എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ബ്രാഹ്മണ പൗരോഹിത്യത്തിന്, ബ്രാഹ്മണ ഭർത്തൃവ്യവസ്ഥയ്ക്ക്, ത്രൈവർണിക പുരുഷാധിപത്യത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന സ്ത്രീക്ക് പാതിവൃത്യ ശക്തി ഉണ്ടാകുമെന്നും ആ പാതിവൃത്യ ശക്തിയാണ് പുണ്യമെന്നുമാണ് ഈ കഥ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ഈ പുരുഷാധിപത്യത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനിടയാകും. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. തന്നെയല്ല, മറ്റ് 1-2 ഉദാഹരണങ്ങളിലൂടെ ഇതെങ്ങനെയാണ് ഒരു സാമ്പത്തിക വഴിയായി മാറുന്നതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് ഒരു പാപം ചെയ്തു. എന്താ പരിഹാരം? അത് ബ്രാഹ്മണന് ദാനം കൊടുക്കണം. കേരളത്തിൽ ഇത്തരം ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തിരുവിതാംകൂർ അന്നത്തെ മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂർ ക്ഷേത്രം സങ്കേതം കൈയടക്കി. അങ്ങനെ സങ്കേതം കൈയടക്കിയപ്പോൾ ധാരാളം ആളുകൾ മരിച്ചു. ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ പരാമർശിക്കുന്ന കാര്യമാണ്. സങ്കേതം അഴിഞ്ഞു എന്നാണ് പറയുന്നത്. സങ്കേതം അഴിയുക എന്ന് പറഞ്ഞാൽ സങ്കേതത്തിൽ ആരാ താമസം? സാധാരണക്കാരാണോ? അല്ല, തീർച്ചയായിട്ടും ബ്രാഹ്മണരും അമ്പലവാസികളുമാണ് താമസിക്കുന്നത്. അവർക്ക് മുറിവ് പറ്റി, കുറേ ആളുകൾ മരിക്കാനിടയായി പടയോട്ടം നടക്കുന്ന സമയത്ത്. അതിനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 7.5 പൊന്നാന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് എന്ന് ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ വ്യക്തമാക്കുന്നു. ഇങ്ങനെ മറ്റൊരു രാജാവ്, കൊല്ലത്ത്, അന്ന് കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു രാജാവ് രാമൻ, അദ്ദേഹം ബ്രാഹ്മണരോട് എന്തോ തെറ്റ് ചെയ്തു. ആ ബ്രാഹ്മണരോട് തെറ്റ് ചെയ്തതിന് പരിഹാരമായിട്ട് ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടമാണ് പാപനിവൃത്തിക്കായിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത്. അപ്പോൾ ദാനവും സമ്പത്തുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വർത്തമാനകാല കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മക്കളുണ്ടാകുന്നില്ല. സന്താനം ഉണ്ടാകാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് സമൂഹം കാണുന്നുണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാരായ വിശ്വാസികൾ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലും. ജ്യോത്സ്യർ പറയും ഇത് രാഹുവിൻ്റെ പ്രശ്നമാണ്, കേതുവിൻ്റെ പ്രശ്നമാണ്, ചൊവ്വയുടെ പ്രശ്നമാണ്.
എന്താണ് പരിഹാരം? അതിന് പരിഹാരം ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സന്താന ഗോപാല ഹോമം ചെയ്യുക, സുദർശന ഹോമമൊക്കെ ചെയ്ത് പാപം ദോഷങ്ങളും ആവാഹിച്ചു മാറ്റുക, ബ്രാഹ്മണർക്ക് ദാനം, കാല് കഴുകിച്ചൂട്ട്. അപ്പോൾ ഇതിലൂടെ പൈസ എവിടാട്ടോ ചെല്ലുന്നത്? ധനം എവിടെയൊക്കെ ഒഴുകുന്നത്? ബ്രാഹ്മണ പൗരോഹിത്യത്തിലേക്കാണ് ഈ ധനം മുഴുവൻ ഒഴുകി ചെല്ലുന്നത്. കഴിഞ്ഞുപോയൊരു ഭൂതകാലത്തെ പറ്റിയല്ല ഞാനീ പറയുന്നത്. വർത്തമാനകാലത്തും സമ്പത്ത് എങ്ങനെയാണ് ബ്രാഹ്മണ പൗരോഹിത്യത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇതെല്ലാം വിസ്തരിച്ചത്. അപ്പം പാപം എന്ന് പറയുന്ന സങ്കല്പം, പുണ്യം എന്ന് പറയുന്ന സങ്കല്പം ഒരു സമൂഹത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നുള്ളൊരു ഉപാധിയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്നും ഈ പാപത്തിൽ നിന്നും, പാപപുണ്യ സങ്കല്പത്തിൽ നിന്ന് മനുഷ്യർ മോചിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ആധുനികമായ ജനാധിപത്യ ബോധമല്ല നമ്മുടെ നീതിയെ നിർണ്ണയിക്കുന്നത്. മറിച്ച് ഈ പ്രാചീനമായ പാപബോധവും പുണ്യബോധവുമാണ് ഇപ്പോഴും മനുഷ്യരെ സഞ്ചരിപ്പിക്കുന്നത്. ഈ ഭൂമി ബന്ധങ്ങളിലും, ഇപ്പോൾ ദേവസ്വം ബ്രഹ്മസ്വം എന്ന രീതിയിൽ ഭൂമി ബന്ധങ്ങളിലും ഈ ബ്രാഹ്മണ പൗരോഹിത്യ വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സിസ്റ്റത്തെ നിലനിർത്തുന്നതിന് ഈ താന്ത്രിക് പ്രായശ്ചിത്തം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ തന്നെ ധാരാളം ശിലാലിഖിതങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പ്രായശ്ചിത്തമായിട്ട് ഭൂമി ദേവന് സമർപ്പിക്കുക. തന്നെയല്ല, ഒരു ക്ഷേത്രത്തിലൊരു ശാന്തിയെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിരുത്തിയായിട്ട് ഭൂമി നൽകുക, വിരുത്തിയായിട്ട് ശാന്തിക്ക് ഭൂമി നൽകുക, വിരുത്തിയായിട്ട് അമ്പലവാസികൾക്ക് ഭൂമി നൽകുക എന്ന് പറഞ്ഞാൽ മാസശമ്പളമല്ല നൽകുന്നത്, ഭൂമി തന്നെ, ഭൂമിയിലൂടെ ആ ആദായമെടുത്ത് അദ്ദേഹം കഴിഞ്ഞോണം. അപ്പോൾ വിരുത്തിയായിട്ട് ഭൂമി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടും. ആ ഭൂമി മറ്റാർക്കും കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ശാന്തിക്കാരന് കൊടുക്കുന്ന ഭൂമി ജീവിതം അയാൾക്കും അയാളുടെ പരമ്പരയ്ക്കും അവകാശപ്പെട്ടതായി മാറും. ഇങ്ങനെ കേരളത്തിലെ ഭൂമി മുഴുവൻ ദേവസ്വവും ബ്രഹ്മസ്വമായിട്ട് അങ്ങ് നിലനിന്നു. ദാനമായിട്ട് രാജാക്കന്മാർ ഭൂമി കൊടുത്തിരുന്നു, പ്രായശ്ചിത്തമായിട്ട് കൊടുത്തിരുന്നു, പാപപരിഹാരമായിട്ട് കൊടുത്തിരുന്നു, പുണ്യം നേടാനായിട്ട്. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുത്താൽ പുണ്യം കിട്ടുമെന്നുള്ള ധാരാളം കഥകളുണ്ടല്ലോ, ഒരുപാട് കഥകളുണ്ട്. ദാനത്തെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂമിക്ക് മേൽ അവകാശമില്ലാതിരുന്നത്, അതിന് ഈ സോക്കോൾഡ് ഹൈന്ദവ പാരമ്പര്യത്തിൽ എന്ത് ന്യായീകരണമാണ് ഉണ്ടായിരുന്നത്, നീതീകരണമാണ് ഉണ്ടായിരുന്നത്? ഒന്ന്, അത് കർമ്മസിദ്ധാന്തമായിരുന്നു അതിൻ്റെ നീതീകരണം. കർമ്മസിദ്ധാന്തത്തിലൂടെയാണ് ഇവരൊക്കെ തന്നെ ഈ പറയുന്ന അടിത്തട്ട് ജനതയ്ക്ക്, പിന്നോക്ക ജനതയ്ക്ക്, ദളിത സമുദായങ്ങൾക്ക് നീതി നിഷേധിച്ചത്, ബ്രാഹ്മണ്യം നീതി നിഷേധിച്ചത് കർമ്മ പുനർജന്മ സങ്കല്പത്തിലൂടെയായിരുന്നു. നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം. എന്ന് വെച്ചാൽ, ഒരാൾ അധകൃതനായി ജനിക്കുന്നതിന് കാരണം അയാൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണെന്ന് ബ്രാഹ്മണ്യ അമ്മുമ്മക്കഥ അടിച്ചിറക്കി. ഇതാണ് ഗീതയിൽ പറയുന്ന കർമ്മസിദ്ധാന്തം, ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്ന കർമ്മസിദ്ധാന്തം, രാമായണത്തിലും ഒക്കെ തന്നെ ഈ കർമ്മസിദ്ധാന്തമുണ്ട്. കർമ്മസിദ്ധാന്തത്തെപ്പറ്റി യുവരാജ് കൃഷ്ണൻ്റെ ഒരു PhD പ്രബന്ധം തന്നെ ഉണ്ട്. ധാരാളം പുരാണ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് കർമ്മസിദ്ധാന്തത്തിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ച് യുവരാജ് കൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഈ കർമ്മസിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം അസമത്വം സ്ഥാപിച്ചത്. അസമത്വത്തെ ന്യായീകരിച്ച്, അസമത്വത്തെ നീതീകരിച്ചത് കർമ്മസിദ്ധാന്തത്തിലൂടെ. ഒരാൾ ധനമില്ലാതിരിക്കുന്നതിന് കാരണം, ഒരാൾ സമൂഹത്തിൽ അസമത്വം അനുഭവിക്കാൻ കാരണം അയാൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണെന്നും, ഒരാൾ ബ്രാഹ്മണനായി ജനിക്കാൻ കാരണം, ബ്രാഹ്മണ പുരുഷനായി ജനിക്കാൻ കാരണം, അയാൾ എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ കാരണം അയാൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണെന്നാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ അസമത്വത്തെ ന്യായീകരിക്കുന്ന ഒരു കൊടിയ സിദ്ധാന്തമായിരുന്നു കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ കർമ്മസിദ്ധാന്തമാണ് ഈ ഇന്ത്യയിലെ ദളിത പിന്നോക്ക ജനതയ്ക്ക് അസമത്വം ഊട്ടിയുറപ്പിച്ചു. ഒരു ഉദാഹരണം, ഞാൻ ക്ഷേത്രോപജീവിയായിട്ടൊരു കാലത്ത്, ഭക്തനായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സാധാരണക്കാരനായ ഒരു നായർ ഭക്തൻ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിൽക്കാലത്ത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് ക്ഷേത്രത്തിൽ വന്ന ഒരു ഭിക്ഷാടകനെ കണ്ട് എൻ്റെ മനസ്സ് വളരെയധികം വേദനിച്ചു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ നിവേദ്യം കൊടുക്കാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു. അന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ നായർ ഭക്തൻ പറഞ്ഞ കാര്യം,
അദ്ദേഹം ഭിക്ഷാടകനായിരിക്കുവാൻ ദൈവം കൽപ്പിച്ചതാണ്. ഇതേ വാചകം നമ്മൾ 1925 കേട്ടു, വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്തിൽ, 24-25 കാലഘട്ടത്തിൽ കേട്ടു. അതാരാണ് പറഞ്ഞത്? ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഗാന്ധിയോടാണ് പറഞ്ഞത്. അവർ കള്ളന്മാരെക്കാട്ടിലും കൊലപാതകികളെക്കാട്ടിലും പാപികളാണ്, അതുകൊണ്ട് ഈ വഴി നടക്കുവാൻ അവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞത് ഇണ്ടംതുരുത്തി നമ്പ്യാതിരി. ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ് ഇണ്ടംതുരുത്തി നമ്പ്യാതിരി സാക്ഷാൽ ഗാന്ധിയോട് പറഞ്ഞത്. പക്ഷേ ഗാന്ധിക്ക് ഉത്തരവുണ്ടായിരുന്നു, കാരണം ഗാന്ധിയും കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കള്ളനും കൊലപാതകിയും ഒരുപക്ഷെ പ്രായശ്ചിത്തം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ നന്നായേക്കാം. ഇവരെ ഇത് അനുഭവിക്കുന്നത് ജന്മാന്തര പാപത്തിൻ്റെ അത് അനുഭവിച്ചേ കഴിയുന്ന പരിഹാരമില്ല. എന്താണ് പരിഹാരം? ആ ദുരിതം മുഴുവൻ പേറുക എന്നുള്ളതാണ് പരിഹാരം. ആ ദുരിതം, ശൂദ്രനായിട്ട് ജനിച്ചാൽ ബ്രാഹ്മണ സേവയാണ് ചെയ്യേണ്ടത്. ആ ബ്രാഹ്മണ സേവ ചെയ്യുന്നതാണ് പുണ്യകർമ്മം. ഇതാണ് കർമ്മ സിദ്ധാന്തം പറയുന്നത്. നിങ്ങൾക്ക് ശൂദ്രൻ്റെ ജോലി വെടിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൂണൂലിട്ട് ബ്രാഹ്മണനെ പോലെ നടക്കാൻ പറ്റത്തില്ല. ഒരു ശൂദ്രനായിട്ട് ജനിച്ച ഒരാൾ ബ്രാഹ്മണനെ പോലെ പൂണൂല് വിട്ട് നടന്ന അയാളെ ശിക്ഷിക്കണമെന്നാണ് വ്യവഹാരമാല എന്ന് പറയുന്ന പുസ്തകം പറയുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയിലെ അസമത്വങ്ങളുടെ വേര് കിടക്കുന്നു. അസമത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നത് ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ്. അതിലെ അനുഷ്ഠാനങ്ങളിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ട്. വർഷം തോടും നടക്കുന്ന ബലി, തിലഹവനം മുതലായ ആചാരാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെയാണ് ഊട്ടിയുറപ്പിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. അപ്പോൾ അനുഷ്ഠാനങ്ങൾ തന്നെ എന്തിനെ ഉറപ്പിക്കുന്നു? ഈ സിദ്ധാന്തങ്ങളെ ഉറപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഈ ബ്രാഹ്മണിക അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെ സിദ്ധാന്തങ്ങൾക്കും വളരെയധികം ഇടയെടുപ്പമുണ്ട്. ഒരു സംസ്കൃത പണ്ഡിതനും അധ്യാപകനും ഗവേഷകനും എന്ന നിലയിൽ സ്വന്തം അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തത്വചിന്തയെക്കുറിച്ചും പ്രത്യേകിച്ച് ഹൈന്ദവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബ്രാഹ്മണിക്കൽ മതത്തിൻ്റെ മൂല്യബോധങ്ങളെക്കുറിച്ചും സുദീർഘമായ ഈ സംഭാഷണത്തോടെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.